നസല ഫിസ്തിഇജാലിഹിമുൽ അദാബ ഇസ്തിഹ്സാഅൻ. നബി തങ്ങളെ പരിഹസിക്കാൻ വേണ്ടി അവർ ശിക്ഷയെ വേഗത്തിൽ ആവശ്യപ്പെട്ട വിഷയത്തിൽ ഇറങ്ങിയതാണ് ഈ ആയത്തേത്. വയസ്തഅജിലൂനക ബിൽ അദാബ്, അങ്ങയോട് അവർ വേഗത്തിൽ വയസ്തഅജിലൂനക ബിസ്സയ്യിഅ, വേഗത്തിൽ ആ മോശം സംഗതി അവരാവശ്യപ്പെടും. അഥവാ അല്ല അദാബി, ശിക്ഷ വേഗം, എനിക്ക് മുഹമ്മദ് വേഗം ശിക്ഷ കൊണ്ടുപോകാന്ന് പറഞ്ഞ് പരിഹസിച്ച് ഇങ്ങനെ ആവശ്യപ്പെടും. കബലൽ ഹസന, ഹസനത്തിന് മുമ്പായിട്ട്. അതായത് ഹസന എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ റഹ്മത്തൊന്നും വേണ്ട, റഹ്മത്ത് കിട്ടുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് ആ സയ്യത്ത് അഥവാ ശിക്ഷ ഞങ്ങൾക്ക് വന്നോട്ടെ എന്ന് അവരിങ്ങനെ ആവശ്യപ്പെടും. വഖദ് ഖലത് മീൻ ഖബൽ, എന്നാൽ ശരിക്കും അവർ മനസ്സിലാക്കട്ടെ. വഖദ് ഖലത് മീൻ ഖബൽ, അവർക്ക് മുമ്പും കഴിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. എല്ലാം അടിക്കേണ്ട, അവർക്ക് മുമ്പും കഴിഞ്ഞിട്ടുണ്ട്. അൽ മസുലാത്ത്, മസുലാത്ത് എന്ന് വെച്ചാൽ ജംഉ മസുലത്തിൻ്റെ ജമാണ് ബി വസ്നി സമുറ. സമുറ വൃക്ഷം ഉണ്ടല്ലോ, സമുറ. അപ്പോൾ സമുറയുടെ വസ്നാണ്. അപ്പോൾ മസുലത്ത്, അതിൻ്റെ ജമാണ് മസുലാത്ത്. സമുറ എന്ന് വെച്ചാൽ നമ്മൾ പറയാറുണ്ട് ഇലന്ത മരം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ സാവി ഉണ്ടല്ലോ, സാവിയിലൊക്കെ കൊടുത്തിരിക്കുന്നത് ഷജറത്തു ത്വൽഹ എന്നാണ്. ത്വൽഹ എന്ന് വെച്ചാൽ ത്വൽഹിം മന്ദൂദ്, അടുക്കി വെക്കപ്പെട്ട വാഴക്കുലകൾ എന്നൊക്കെയാണ്. അപ്പോൾ വാഴയാണ് സമുറ എന്ന രൂപത്തിലാണ്. എന്തോ ആവട്ടെ, എന്തായാലും സമറ ഇവിടെ ഉദ്ദേശിച്ചതേ വസിൻ അതാണ്. അപ്പം എന്താണ് അതിൻ്റെ അർത്ഥം? ഉഖൂബാത്തി അംസാലിഹിം മിനൽ മുക്കദ്ദിബീന, മുക്കദ്ദിബീങ്ങളായിട്ടുള്ള അല്ലെ, ഇങ്ങനെ പ്രവാചകന്മാരെയൊക്കെ നിയോഗിച്ചിട്ട് അവരെ കളവാക്കുന്ന ആളുകൾ, ഇവരെ പോലെയുള്ള ആളുകൾ, അതാണ് മസലാത്ത്. ഇവരെ പോലെയുള്ള ആളുകളുടെ ഉഖൂബത്ത്, അതാണ് അവർക്ക് മുമ്പ് കഴിഞ്ഞവർ, അവർക്ക് മുമ്പ് കുറേ സമാനമായ നടപടി അല്ലെങ്കിൽ സമാനമായ ആളുകൾക്ക് സമാനമായ നടപടികളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതാണ് ഉഖൂബാത്തു, ഉഖൂബത്ത് ശിക്ഷയാണല്ലോ. അപ്പം അവരെ പോലുള്ള കളവ് ആക്കുന്ന ആളുകൾക്ക് വന്ന ശിക്ഷകൾ അതൊക്കെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഫലായത്തബിറൂന ബിഹ, കാരണം അവരെന്തായി ഫലായത്തബിറൂന ബിഹ, അപ്പോൾ ഇവരൊന്നും ചെയ്യുന്നില്ല, ഇതൊന്നും പരിഗണിക്കുന്നില്ല. മുമ്പ് കഴിഞ്ഞതിനൊന്നും അവർ ഗൗനിക്കുന്നില്ലേ? ഈ മക്കയിലെ കാഫിര്യങ്ങൾ മുമ്പ് കഴിഞ്ഞ ആളുകൾക്ക് വന്ന ശിക്ഷയും കാര്യങ്ങളൊക്കെ അവർ എഴുത്തിബാർ ചെയ്യുന്നില്ലേ? ഇന്ന റബ്ബക്ക, തീർച്ചയായും താങ്കളുടെ റബ്ബ് ലദൂ മഗ്ഫിറത്ത ലിന്നാസ്, ഈ ജനങ്ങൾക്ക് ഏറെ ഓർക്കൽ ചെയ്യുന്നവനാണ്. അലാന്ന് വെച്ചാൽ മഅദുൽമിഹിം, അവരുടെ അക്രമത്തോടൊപ്പം, അവരക്രമികളാണെങ്കിൽ അള്ളാഹ് എന്ത് ചെയ്യും? നല്ല പുറത്തു കൊടുക്കുന്നവനാണ്. ഇല്ല, അങ്ങനെ എന്നാൽ അള്ളാഹുവിന് മഗ്ഫിറത്ത് ഇല്ലായിരുന്നെങ്കിൽ ലമിയത്തർക്ക്, അള്ളാഹു ഒഴിവാക്കുകയിരുന്നില്ല അലാ ലഹരിഹ, ഭൂമിയുടെ പുറത്ത് മിന്താബ്, ഒരൊറ്റ ജീവിനെ അള്ളാഹു ആശേഷിപ്പിച്ചിരുന്നില്ല, അള്ളാഹ്ക്ക് മഗ്ഫിറത്ത് എങ്ങാനില്ലായിരുന്നെങ്കിൽ. ഇന്ന റബ്ബക, തീർച്ചയായും അങ്ങയുടെ റബ്ബല ശദീദുൽ ഇഖാബ്, ശക്തമായി ശിക്ഷിക്കുന്നവൻ തന്നെയാണ്. ലിമൻ നസാഹു, തനിക്കെതിരെ പ്രവർത്തിച്ചവരെ. യഖൂലുല്ലദീന കഫറു, കാഫിരീങ്ങളായ ആളുകൾ പറയുന്നു, ലൗലാ ഹല്ലാ ഉൻസില അലൈഹി അലാ മുഹമ്മദ്, മുഹമ്മദിന് മേലെ ഇറക്കപ്പെട്ടുകൂടായിരുന്നോ? ആയത്ത് ഇപ്പോൾ തഹ്ലീലിൻ്റെയാണ്. ഒരു ഇടങ്ങേറായി, മുഹമ്മദിന് വല്ല ഇറങ്ങിക്കൂടായിരുന്നു, എന്തെങ്കിലുമൊക്കെ ഇറക്കപ്പെട്ടുകൂടായിരുന്നു. ആയത്തും റബ്ബി, മുഹമ്മദിൻ്റെ റബ്ബിൻ്റെ അടുക്കൽ എന്തെങ്കിലും ദൃഷ്ടാന്തങ്ങൾ. കൽ അസ വല്യതി വന്നാക്ക, മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ വടി പോലെ, അല്ലെങ്കിൽ മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൈ പോലെ, അല്ലെങ്കിൽ സ്വാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒട്ടകം പോലെ എന്തെങ്കിലുമൊക്കെ അത്ഭുത സംഗതികളൊക്കെ വന്നുകൂടെ? കാലത്താല അല്ലാഹു തആല അവർക്ക് മറുപടി എന്നൊന്നും പറഞ്ഞു, ഇന്നമ എന്താ മുൻതിർ നബി, അത് കേട്ട് അങ്ങ് വിഷമിക്കൊന്നും വേണ്ട. അന്നെന്താണ്? മുൻതിർ മാത്രമാണ്. അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നിൽക്കണ്ട. മുഖവിഫുൽ കാഫിരീന, കാഫിരീങ്ങളെ പേടിപ്പിക്കുന്ന ആൾ മാത്രമാണ്. വലൈസ അലൈക, അങ്ങയുടെ മേൽ ഉത്തരവാദിത്വമൊന്നുമില്ല. ഇത്യാനുലായത്ത്, ഇങ്ങനെ ഓരോ ദൃഷ്ടാന്തങ്ങൾ അവർ ആവശ്യപ്പെടുന്ന അത്ഭുത സംഗതികൾ അവർക്ക് കാണിച്ചു കൊടുക്കേണ്ട ബാധ്യതയൊന്നും അങ്ങയുടെ തലക്കില്ല. വലിക്കുല്ലി കൗമിൻ, ഓരോ കൗമിനുമുണ്ട് ഹാദിൻ, അവർക്ക് ഹിദായത്തിലേക്ക് അവരെ നയിക്കുന്ന ആൾ. നബിയിൻ, ഒരു പ്രവാചക. നബിയുൻ, ഓരോ കൗമിനും ഓരോ നബിയുണ്ട്. നബിയിൻ അല്ല വായിക്കേണ്ടത്, നബിയുൻ. യദ്ഉഹും, ഈ പ്രവാചകൻ അവരെ നയിക്കും, ക്ഷണിക്കും. ഇലാ റബ്ബി, അവരുടെ റബ്ബിലേക്ക്. ബിമാ യുഅ്തീഹി, എന്തുകൊണ്ട്? ബിമാ യുഅ്തീഹി, റബ്ബ് ആ പ്രവാചകന് നൽകിയോ ഒന്നുകൊണ്ട്. ആ ഒന്ന് എന്തിനാൽ? മിനൽ ആയാത്തി, അത്ഭുതങ്ങളാൽ. ലാ ബിമാ യഖ്തരിഹൂനഹു, അല്ലാതെ എന്തല്ല നൽകിയത്, എന്തുകൊണ്ടല്ല അവരെ ക്ഷണിച്ചത്? ലാ ബിമാ യഖ്തരിഹൂനഹു, അവരാവശ്യപ്പെട്ട ഒന്നുകൊണ്ടല്ല, അവരാവശ്യപ്പെട്ടതല്ല. അള്ളാഹ് എന്താണോ അവർക്ക് പ്രവാചകന്മാർക്ക് മോചിതത്തായിട്ട് കൊടുത്തത്, ആ മോചിതത്ത് കൊണ്ടാണ് അവർ തങ്ങളുടെ സമൂഹത്തിലേക്ക്, അവരെ പ്രബോധനത്തിലേക്ക് വിളിക്കുന്നത്, നന്മയിലേക്കുള്ള അള്ളാഹുലേക്കുള്ള പ്രബോധനത്തിലേക്ക് വിളിക്കുന്നത്. അള്ളാഹു യഅലമും, അള്ളാഹു തആല അറിയുന്നുണ്ട്. മാ തഹ്മിലു കുല്ലു ഉൻസ, ഓരോ സ്ത്രീയും വഹിക്കുന്നതിന് അള്ളാഹു അറിയുന്നുണ്ട്. അതായത് ഓരോ സ്ത്രീയും ഗർഭം ചുമക്കുന്നതിന്. ആണ്, ഞാൻ പെണ്ണിനാലോ, കാണാണോ പെണ്ണാണോ, വാഹിദിൻ, ഒറ്റ കുട്ടിയാണോ വയറ്റിലുള്ളത്, മുത്താദ്, ഒന്നിലേറെ ഉണ്ടോ, ഇരുതാലിക്ക്, അതല്ലാത്ത കറുത്തോ വെളുത്തോ, അങ്ങനെ പല സംഗതികളും അള്ളാഹ് എല്ലാം അറിയുന്നുണ്ട്. സൃഷ്ടിച്ചവനെന്തേ അറിയാൻ പാട് അല്ലേ? ഒമാ തഗീലു എന്ന് വെച്ചാൽ തങ്കുസുൽ അർഹാമു,
വമാ തഗീദ് കുറവ് വരുന്നതും, തൻഖുസുൽ അർഹം ഗർഭങ്ങൾക്ക് കുറവ് വരുന്നതും, മിൻ മുദ്ദത്തിൽ ഹംലി ആ ഒന്ന് എന്തിനാൽ കുറവ് വരിൽ എന്തിനാൽ, മിൻ മുദ്ദത്തിൽ ഹംലി ഗർഭത്തിൻ്റെ കാലയളവിനാൽ. സാധാരണ 9 മാസമാണെങ്കിൽ ആ 9 മാസം ചിലപ്പോൾ 6 മാസം അല്ലെങ്കിൽ 7 മാസം 8 മാസം കൊണ്ടൊക്കെ എന്ത് ചെയ്യും പ്രസവിക്കും. അപ്പോൾ എത്ര കുറയും സാധാരണ പ്രസവത്തിൽ നിന്ന് ഗർഭകാലഘട്ടത്തിൽ എത്ര കുറയും എന്നുള്ളത് അള്ളാഹ് അറിയും. ഒമാ തസ്ദാദ് എത്ര കണ്ട് കൂടുമെന്ന്, മിൻഹു എന്ന് വെച്ചാൽ മിൻ മുദ്ദത്തിൽ ഹംലിന്ന് ആ സാധാരണ ഗർഭത്തിൻ്റെ കാലയളവ് 9 ആണെങ്കിൽ 10 11 4 കൊല്ലം വരെ പോകാന്നാണ്. മറ്റേ ഏറ്റവും ചുരുങ്ങി 6 മാസവും ഏറ്റവും കൂടിയ 4 കൊല്ലം വരെയൊക്കെ പോകാന്നാണ്. അതൊക്കെ അള്ളാഹ് അറിയുന്നുണ്ട്. അപ്പോൾ കുല്ലു ഷൈഇൻ ഏതൊരു സംഗതിയും ഇന്ദോ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉണ്ടാവുന്നതാണ്. ഏതൊരു സംഗതി ബിമിഖ്ദാർ ഒരളവോടുകൂടി, ബിഖദിരിൻ ഒരു അളവോടുകൂടി, വഹദ്ദിൻ ഒരു പരിധിയോടുകൂടി, ലാ യതജാവസ് ആ അളവിനെയും പരിധിനെയും എന്ത് ചെയ്തില്ല, ആ സംഗതി ആ ഷെയ് എന്ത് ചെയ്യില്ല, വിട്ട് കിടക്കുകയില്ല, ലംഘിക്കില്ല. അള്ളാഹിൻ്റെ അടുക്കലുള്ള കണക്കിൽ ഒതുങ്ങിയിട്ട് തന്നെയായിരിക്കും. അതിന് കുറവ് കൂടുതലൊന്നും ഉണ്ടാവുകയില്ല. ആലിമുൽ ഗൈബി വശഹാദ അദൃശ്യവും ദൃശ്യവുമായതിനെ അറിയുന്നതിനാണ് അള്ളാഹു. മാ ഖാബ വമാ ഷൂഹിദ ഗായിബായതിനെയും വമാ ഷൂഹിദ ദർശിക്കപ്പെടുന്നതിനെയും അൽ കബീർ അലീമു വലിയവനാണ് അള്ളാഹു. അൽ മുതഅൽ ഉന്നതനാണ്. അലാ ഖൽഖിഹി ബിൽ തൻ്റെ സൃഷ്ടികളുടെയൊക്കെ മേൽ അള്ളാഹു ആധിപത്യമുള്ളവനാണ്. ബിൽ ഖഹരി ആധിപത്യം കൊണ്ട് ഉന്നതനാണ്. അല്ലേ, ബലം ആരുടെ മേലും അള്ളാഹ്ക്ക് ബലം പ്രയോഗിക്കാൻ കഴിയും. ബി യാ ഇം വദൂനിഹ മുതആലി എന്ന് ഖിറാഅത്തുണ്ട്, മുതആൽ എന്നും ഖിറാഅത്തുണ്ട്. യാ ഇല്ലാതെ യാ ഉണ്ടായിട്ടും. സവാഉം മിൻകും നിങ്ങളിൽ നിന്നും സമമാണ്, ഫി ഇൽമി തആല അള്ളാഹുവിൻ്റെ ഇൽമിൽ നിങ്ങളിൽ നിന്നും സമമാണ്. ആര് നിങ്ങളിൽ നിന്നും ആര്, മൻ അസറൽ കൗല പറഞ്ഞതിന് രഹസ്യമായിട്ട് പറയുന്നവൻ, പുറത്തേക്കത് പറയുന്നില്ല, മനസ്സിൽ ഒളിപ്പിച്ച് വെക്കുന്ന ആൾ. വമൻ ജഹറബി അല്ലെങ്കിൽ മനസ്സിലുള്ളതിനെ പുറത്ത് വിളിച്ചു പറയുന്ന ആൾ. അപ്പം പുറത്ത് പറഞ്ഞില്ലെങ്കിലും പറഞ്ഞാലൊക്കെ അള്ളക്ക് കണക്കാണ്, അള്ള എല്ലാം അറിയും. വമൻ ഹുവ മുസ്തഖ്ഫിൻ ബില്ലൈലി അല്ലെ, വമൻ ഒരുത്തനും അള്ളക്ക് സമമാണ്. അവനെന്താണ് മുസ്തഖ്ഫിൻ എന്ന് വെച്ചാൽ മുസ്തത്തിരിൻ ബില്ലൈൽ രാത്രിയിൽ ഇങ്ങനെ മറഞ്ഞു നിൽക്കുന്നു, ബിലിലാമി അതിൻ്റെ ഇരുട്ടിൽ. അതുപോലെ വസാരിബ് എന്ന് വെച്ചാൽ വെളിവായവൻ, ലാഹിർ ബിദഹാബിഹി ഫി സർബിഹി. പിന്നെ ആരും സമമാണ്, സാരിബും സമമാണ്. സാരിബ് എന്ന് വെച്ചാൽ ലാഹിറും ബിദഹാബിഹി ഫി സർബിഹി. ഒരു സർബോട് ഉദ്ദേശിക്കുന്ന കേവലം എന്താണ്, ഐ തരീഖിഹി എന്നാണ്. അവൻ്റെ വഴിയെ എന്ത് ചെയ്യുന്നു, പകൽ സമയത്ത് പോകുന്നു. അപ്പം അല്ല തരീഖിഹി എന്നുള്ള വഴി, തൻ്റെ വഴിയാൽ ഇങ്ങനെ പോകുന്നു, വഴിയിലൂടെ പോവുകയാണ്. അപ്പോൾ പോകുമ്പോൾ എന്താണ്, ആളുകൾ കാണുകയാണ് പോകുന്നത്. അങ്ങനെയുള്ള ആളും സമമാണ്. ആരും അറിയാതെ രാത്രിയുടെ ഇരുട്ട് മറവറ്റി ഒളിച്ചു നിൽക്കുന്നവനും അള്ളക്ക് സമമാണ്. അപ്പോൾ ഒളിച്ചു നിൽക്കുന്ന മുസ്തഖഫിനും പരസ്യമായി നിൽക്കുന്ന അല്ലെങ്കിൽ പരസ്യമായി നടക്കുന്ന സാരിബൊക്കെ അള്ളക്ക് സമമാണ്. രഹസ്യമായി ഒന്നും കാര്യങ്ങൾ പുറത്തേക്ക് പറയാത്തവനും എല്ലാം പരസ്യമാക്കി പറയുന്നവനും അതും അള്ളക്ക് എന്താണ് സമമാണ്. ലഹു ലിൽ ഇൻസാനി മനുഷ്യനുണ്ട് മുഅഖിബാത്തുകളായ മലക്കുകളുണ്ട്. മലക്കുകൾ അള്ളാഹു അല്ല മനുഷ്യന്മാർക്ക് അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്, ഏർപ്പാടാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് പറഞ്ഞാൽ തഖബുഹു ഈ മലക്കുകൾ ഇവന് ഊഴമായിട്ട് വരും. അപ്പോൾ ഒരു ഡ്യൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അടുത്ത ഷിഫ്റ്റിലേക്ക് അടുത്ത മലക്കുകൾ വരും. അങ്ങനെ ഊഴം വെച്ച് വരുന്ന മലക്കുകളാണ് അക്കിബാത്ത് എന്നുള്ളത്. അപ്പോൾ ഊഴം വെച്ച് വരുന്ന മലക്കുകൾ അവനുണ്ട്. മനുഷ്യന് അള്ളാഹു സംവിധാനിച്ച് കൊടുത്തിട്ടുണ്ട്. മിംബൈനി അദേഹി മനുഷ്യൻ്റെ മുമ്പിൽ അഥവാ കുദാമി അവൻ്റെ കുദാമിൽ, വമിൻ ഖൽഫി അവൻ്റെ പിന്നിൽ, വറായി അവൻ്റെ പിന്നിൽ, യഫ്ദൂനഹു അവനെ ഇവർ സംരക്ഷിക്കും മലക്കുകൾ, മിൻ അംരില്ല അള്ളാഹുവിൻ്റെ അമ്രിൽ നിന്നും അഥവാ ബി അംരിഹി. ഇവിടെ മിന്ന് ബായിൻ്റെ അർത്ഥത്തിലാണെന്നാണ് ഇപ്പോൾ മുഫ്സർ കൊടുത്തിരിക്കുന്നത്. അതായത് ബി അംരി എന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന കൊണ്ട്, മിനൽ ജിന്നി വകൈരിയും ജിന്ന് അതല്ലാത്ത മറ്റ് പ്രയാസങ്ങളിൽ നിന്നൊക്കെ എന്താണ് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഈ മലക്കുകൾ ഇവ സംരക്ഷണം ഏകുന്നു. അല്ല മിന്നിൻ്റെ അർത്ഥത്തിൽ തന്നെയാണ്. പിന്നെ യഫ്ദൂനഹു മിൻ അംരില്ല അള്ളാഹു വിധിച്ച പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൽ നിന്ന് എന്ത് ചെയ്യും ഇവർ സംരക്ഷിക്കുക. അതായത് അള്ളാഹ് വിധിച്ച മീൻസ് അള്ളാഹ് നടപ്പാവില്ല എന്ന് അള്ളാഹ്ക്കറിയും. അതല്ല അള്ളാഹു അതിനായിട്ട് ആ രൂപത്തിൽ സംവിധാനിച്ചിരുന്നൊക്കെ എന്ത് ചെയ്യും, അള്ളാഹുടെ സമ്മതത്തോടു കൂടെ തന്നെ എന്ത് ചെയ്യും സംരക്ഷിക്കുന്ന മലക്കുകളുണ്ട്. ഇങ്ങനത്തെ 10 മലക്കുകളുണ്ടെന്നൊക്കെ ഹദീസിൽ കാണാം. അതായത് ഒരു മലക്ക് മുമ്പിൽ, ഒരാൾ പിന്നിൽ, ഒരാൾ വലത്, ഒരാൾ ഇടത്, 2 വായിൽ, ഒരാൾ ചുണ്ടുകൾക്കിടയിൽ, ഒരാൾ 2 കണ്ണിൽ, പിന്നെ വേറൊരാൾ മൂർദാവിൽ. അങ്ങനെ 10 മലക്കുകളുണ്ടാവും. ഇവരെന്ത് ചെയ്യും, ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അസറാകുമ്പോൾ അസർ നിസ്കരിച്ചിട്ട് അവർ കയറി പോകും.
പിന്നെ സുബിക്ക് അവർ വരും. അപ്പോൾ സുബി കഴിഞ്ഞിട്ട് മറ്റേ ടീം കയറിപ്പോൾ അവർ അസറിന് മുമ്പായിട്ട് വരും. അപ്പോൾ ഈ രണ്ട് വിഭാഗം ആളുകൾ അസറിനും മഗ്‌രിബിനും എന്താവും, നിസ്കാരത്തിലൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് അസറും മഗ്‌രിബും നിസ്കാരത്തിന് കുറച്ചും കൂടെ പ്രാധാന്യമുള്ളത്, പ്രത്യേകിച്ച് ഞങ്ങൾക്കൊക്കെ ആകുമ്പോൾ. അപ്പോൾ അതാണ് മുഅക്കിബത്തുകളായ മലക്കുകൾ. ഇന്നല്ലാഹ യഗ്ഫിറു ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ, അല്ലാഹു തആല ലാ യുഗയ്യിറു മാ ഒരു കാര്യത്തെ നീക്കുന്നില്ല, മാറ്റുന്നില്ല, ബിഖൗമിൻ ഒരു കൗമിലുള്ള, അതായത് ലാ യസ്ലുബുഹും നിഅമതഹു അള്ളാഹു അവരെ എന്ത് ചെയ്യുന്നില്ല, സൽബ് ചെയ്യുന്നില്ല, നിയമത്തഹു അള്ളാഹുവിൻ്റെ നിയമത്ത് അവർക്ക് സൽബ് ചെയ്യുന്നില്ല, ഇല്ലാതാക്കുന്നില്ല, അവരൊന്നും ഊരിക്കളയുന്നില്ല അള്ളാഹുവിൻ്റെ നിയമത്തിന്. ഹത്താ യുഗൈറു അവർ മാറ്റം വരുന്നതാണ് മാബി അംഫസിഹിം അവരിലുള്ള ഒന്നിന്. അതെന്തിനാണ്? മിനൽ ഹാലത്തിൽ ജമീല അവരിലുള്ള നല്ലൊരവസ്ഥ എന്തുകൊണ്ട് മാറ്റുക? ബിൽ മാസിയ തെറ്റ് ചെയ്യൽ കൊണ്ട്. അപ്പോൾ തെറ്റുമെല്ലാം ചെയ്താൽ അള്ളാഹു തആല അവർക്കുള്ള അനുഗ്രഹത്തെ ഇല്ലാതാക്കും. അപ്പോൾ അനുഗ്രഹം കിട്ടണമെങ്കിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്, അള്ളാഹുവിൽ നിന്ന് നമുക്ക് അനുഗ്രഹം കിട്ടണമെങ്കിൽ പ്രത്യേകം കാരണമൊന്നും വേണ്ട. എന്നാൽ അനുഗ്രഹം നീങ്ങിപ്പോകുന്നത്, ഉള്ള അനുഗ്രഹം നീങ്ങിപ്പോകുന്നത് എന്തെങ്കിലും കാരണമുള്ളത് കൊണ്ടാവാം, തെറ്റുകൊണ്ടോ മറ്റൊക്കെ ആവാം. അള്ളാഹു തആല ഉദ്ദേശിച്ചാൽ ഒരു കൗമിനെ കൊണ്ട് സൂഇനെ ഉദ്ദേശിച്ചാൽ, അഥവാ അദാബിനെ അവരെ ശിക്ഷിക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചാൽ, ഫലാ മറദ്ദ ലഹു അതിനെ റദ്ദ് ചെയ്യുന്ന ഒരാളുമില്ല. മിനൽ മുഅക്കിബാത്തി ഈ മുഅക്കിബത്തുകളായ മലക്കുകളാവട്ടെ, നമ്മൾ പറഞ്ഞില്ല ഈ മലക്കുകളുടെ ജോലി ഇവനെ സംരക്ഷിക്കലാണ്, ഇവനെ സംരക്ഷിക്കാൻ ഏൽപ്പിക്കുന്ന മലക്കുകളാവട്ടെ വലാ ഗൈരിഹ അതല്ലാത്തവരാകട്ടെ ആരും എന്ത് ചെയ്യില്ല, അള്ളാഹു അവൻ ഉദ്ദേശിച്ച ആ സൂഇനെ എന്ത് ചെയ്യില്ല, തടയുകയില്ല. അമാലഹും അവർക്കില്ല, ലിമൻ അറാദ ബിഹിം സൂഅൻ ലിമൻ അറാദ ബിഹിം ഇവർക്കെന്തെങ്കിലും എന്താണ് സൂഇനെ, വമാലഹും ഐ ലിമൻ അറാദ ബിഹിം വമാലഹും അവർക്കില്ല എന്ന് വെച്ചാൽ ലിമൻ അറാദ അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്നു, ബിഹിം അവർക്ക് സൂഇനെ ഉദ്ദേശിച്ചിരിക്കുന്നു. അപ്പോൾ അള്ളാഹു ആർക്കാണോ തിന്മ ഉണ്ടാവണം, ആരെയാണ് ശിക്ഷിക്കണം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള ആളുകൾക്കില്ല. മിൻ ദൂനിഹി അയ്യോ ഇല്ല അള്ളാഹുവിനെ കൂടാതെ, മിൻ സായിദ ഒരു വാലുമില്ല എന്ന് വെച്ചാൽ ഒരു സഹായിയും ഇല്ല, ഒരു വാലിയും ഇല്ല. യംനഉഹു അൻഹും ആ ശിക്ഷയെ അവരിൽ നിന്നും തടയുന്ന ഒരു സഹായിയും അവർക്കുണ്ടാവില്ല അള്ളാഹുവിനെ കൂടാതെ. അപ്പോൾ അള്ളാഹു ആരെ ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചോ അത് അങ്ങനെ തന്നെ, ആരും അതിനെ റദ്ദ് ചെയ്യൂല. അള്ളാഹ് അല്ലാതെ അവരെ അതിൽ നിന്നും ആരും സംരക്ഷിക്കുകയുമില്ല. ഹുവല്ലദീ അവൻ യാതൊരുവാനാണ് യുരീക്കുമുൽ ബറക്ക നിങ്ങൾക്ക് അവൻ കാണിച്ചു തന്നിരിക്കുന്നു, അൽ ബറക്ക മിന്നലിനെ, ഖൗഫൻ ഒരു പേടി എന്നോണം, മുസാഫിരിന് യാത്രക്കാരെയൊക്കെ സംബന്ധിച്ച്, മിനസ്സവായിക്ക് ഇടുത്തിയൊക്കെ ഉണ്ടാവില്ലേ, ഇടുത്തി. അപ്പോൾ ഇടുത്തീനാൽ ബർക്കന്തിനാൽ ഇടുത്തിയല്ല നമ്മളെ പിടിച്ച മരിച്ചു എന്നൊക്കെ പേടിച്ചിട്ട്. എന്നാൽ ഈ മിന്നലിനെ തന്നെ അള്ളാഹു എന്താക്കിയിരിക്കുന്നു, നിങ്ങൾക്ക് എന്തായി കാണിച്ചു തന്നിരിക്കുന്നു, വത്താമ എന്നൊരു പ്രതീക്ഷയായി കാണിച്ചു തന്നിരിക്കുന്നു. ഇതിൽ മുഖ്യമി നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം നല്ല വേനലിൽ ഇങ്ങനെ മിന്നൽ ഒരു ഫിൽമത്തരി മഴ പെയ്യുന്നുണ്ട്, അപ്പം മഴയെ സംബന്ധിച്ച് അവർക്കൊരു പ്രതീക്ഷ ഉണ്ടാക്കി കൊടുക്കുകയാണ്. വൈൻഷി എന്ന് വെച്ചാൽ യഹ്ലുഖു സഹാബ അള്ളാഹു തആല സഹാബിനെ മേഘത്തെ സൃഷ്ടിച്ചു, അസിക്കാൽ ഭാരമുള്ളവകളായ മേഘങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചു. ബിൻ മത്തിരി മഴ കൊണ്ട് ഭാരമുണ്ടാവും, അതായത് അവിടെ മഴത്തുള്ളികളൊക്കെ ഉണ്ടായിട്ട് എന്താവും, അവിടെ ഭാരമുള്ളതായി തീരും ഈ മറ്റേ മേഘങ്ങൾ. ബിൽ മത്തരി മഴ കൊണ്ട് ഭാരമുള്ളതാവുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ വെള്ളവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതിന് വെയിറ്റ് കൂടുമല്ലോ, വെയിറ്റ് കൂടുമ്പോഴാണ് അവ ഒരു സ്ഥലത്ത് നിന്നിട്ട് എന്ത് ചെയ്യുക, പെയ്യുക. അല്ല അതിൽ മഴ പെയ്യുക എന്നല്ല. വയുസബ്ബിഹു റായദ് തസ്ബീഹ് ചെയ്യുന്നു. റായദ് എന്ന് വെച്ചാൽ ആരാണ്? അത് മലക്കുൻ മുവക്കലും ബിസഹാബി മേഘത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്കാണ്. യസൂഖുഹു മലക്കാണ് ഇതിനെ തെളിക്കുന്നത്, ഇതിനെ നയിക്കുന്നത്. ഏതിന്? മേഘത്തിന്. മുതലബിസൻ ബിഹംദിഹി അള്ളാഹുവിനെ പുകഴ്ത്തി അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ട് എന്താണ് തലബുസായി, അള്ളാഹുവിനെ സ്തുതിച്ചു കൊണ്ട് ആ നിലക്ക് ഇങ്ങനെ തലബുസായി ആ നിലക്ക് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ മലക്ക് ഈ മേഘത്തെ നയിക്കുന്നത്. അതായത് യഖൂൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞിട്ട് തസ്ബീഹുൽ മലായികത്തി മിൻ ഖീഫത്തി ഈ മലക്കുകളുടെ തസ്ബീഹ് മിൻ ഖീഫത്തി അല്ലാഹു തആല പേടിച്ചത് കാരണത്താലാണ്. മലക്കുകൾ എന്ത് ചെയ്യുക? അള്ളാഹുവിനെ പേടിച്ച കാരണത്താലാണ് മലക്കുകൾ എന്ത് ചെയ്യുക? തസ്ബീഹ് ഇല്ലാഹി അള്ളാഹുവിന്
വയുർസിലു സവായിക്ക് അള്ളാഹു താല സായിക്കത്തുകൾ അയക്കുന്നു, ഇടുത്തികൾ അയക്കുന്നു. വഹി എന്താണ് ഈ സായിക്കത്ത്? അതിനാറ് ഒരു തീയാണ്. ഈ തഹ്റുജ് അത് പുറപ്പെടുന്നു മിന സഹാബി മേഘത്തിൽ നിന്നും. അങ്ങനെ ഫ യുസീബു ബിഹ മയ്യഷ, എന്നിട്ട് അള്ളാഹു അതിനെ ബാധിപ്പിക്കുന്നു, ഇത് ഇടുത്തിയെ മയ്യഷ താൻ ഉദ്ദേശിച്ച ആളുകളിൽ. അങ്ങനെ ഫതഹക്കുഹും ആ ഇടത്തി കരിച്ചു കളയുന്ന ഉദ്ദേശിച്ച ആളുകളെ. നസല ഇത് ഇറങ്ങിയത് ഫി റജുൽ ഒരാളുടെ വിഷയത്തിലാണ്. ബഅസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളുടെ അടുത്തേക്ക് എന്ത് ചെയ്തു? ആളെ അയച്ചു, സഹാബത്തിനെ അയച്ചു. ആര്? മനിയദുഹു, അയാളെ ഈ അയക്കപ്പെട്ട ആളെന്ത് ചെയ്യും? ക്ഷണിക്കും ഇസ്ലാമിലേക്ക്. അങ്ങനെ ഫഖാല മൻ റസൂലുള്ളാഹി വമല്ലാഹ്, അപ്പോൾ ഈ നിഷേധിയായ ആളാണ് മറ്റേ ആൾ. അപ്പോൾ അയാൾ പരിഹസിച്ച് ചോദിക്കുകയാണ്, ആരാണ് ഈ അള്ളാഹ്, ആരാണ് ഈ അള്ളാഹിൻ്റെ റസൂൽ എന്നൊക്കെ ചോദിച്ചു. അപ്പം അമിൻ ദഹബിൻ ഹു അല്ല, അമ്മിൻ വേണ്ട, അമിന്നാണ്. അമിൻ ദഹബിൻ ഹു, സ്വർണ്ണ നിർമ്മിതമാണോ ഈ അള്ളാഹ് എന്നുള്ളത് എന്ന് ചോദിച്ചു. ഔനിഹാസ്, അല്ലെങ്കിൽ ചെമ്പ് നിർമ്മിതമാണ്. അങ്ങനെ ഫനസലത്ത് ബിഹി, അവൻ്റെ ഇറങ്ങി സായിക്കത്തും. അപ്പം ഫനസലത്ത് ബിഹി സായിക്ക, അയാളിൽ ഒരു ഇടുത്തി ഇറങ്ങി. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനെ പറഞ്ഞു വിട്ടു, ഇങ്ങനെ ഒരു മോശക്കാരനുണ്ട്, അയാളെ നിങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം. അപ്പോൾ ആ സഹാബത്ത് അവിടെ പോയപ്പം ഇങ്ങനെ അള്ളാഹ് എന്താണ്, ചെമ്പ് നിർമ്മിതമാണോ, ഇരുമ്പ് നിർമ്മിതമാണോ, സ്വർണ്ണ നിർമ്മിതമാണോ, അങ്ങനെയൊക്കെ ചോദിച്ച് പരിഹസിച്ച് വിട്ടു. അപ്പോൾ നബിതങ്ങളോട് വന്ന് കാര്യം പറഞ്ഞു. നബിതങ്ങൾ ഒന്നും കൂടെ പോകാൻ പറഞ്ഞു. പിന്നെ ഇതേപോലെ പിന്നെയും വന്നു, പിന്നെ ഒന്നും കൂടെ പോകാൻ പറഞ്ഞു. അപ്പോൾ ഇതല്ല, ഇതിന് അപ്പുറം കൂടെ പറഞ്ഞു. അപ്പോഴാണ് ഈ സംഗതി ഉണ്ടായത്. ഒരു ഇടുത്തി വന്നു, എന്നിട്ട് അവനെ പിടിച്ചു. ഫദഹബത്ത് ബി ഖഹ്ഫി ബി കുഹ്ഫായിരിക്കും അല്ലേ, കുഹ്ഫാണെന്നോ തോന്നുന്നു. ദഹബത്ത് ബി അല്ല ഖിഹ്ഫാണ്. ഖിഹ്ഫ് റസിഹി, അയാളുടെ തലയോട്ടിയെ കൊണ്ടുപോയി, തലയോട്ടി നഷ്ടപ്പെടുത്തി കളഞ്ഞു. അപ്പോൾ അങ്ങനെ അവൻ ചത്തു. അപ്പോൾ നബിതങ്ങളുടെ അടുത്ത് ഈ വിവരം പറയാൻ വേണ്ടി വന്നപ്പോഴേക്കും നബിതങ്ങൾ അങ്ങോട്ട് ചോദിച്ചു, അങ്ങനെ ഒരു സംഗതി ഉണ്ടായില്ലേ എന്ന്. അപ്പം നബിതങ്ങൾക്ക് ദിവ്യബോധനമായിട്ട് ഈ വിവരം നേരത്തെ ലഭിച്ചതാണ്. എന്തായാലും അവർ അയൽ കുഫാർ, ഈ കാഫിരിങ്ങളെ യുജാദിലൂന് യുഹാസിമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ തർക്കിക്കുന്നു. ഫില്ലാഹി, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ. അള്ളാഹ് തന്നെ അവൻ തന്നെ ഇഹ്ദീദുൽ മിഹാലാണ്. മിഹാൽ എന്ന് വെച്ചാൽ അൽ കുവ, ഒന്നുകിൽ ശക്തി, അല്ലെങ്കിൽ അവൽ അഹദി പിടികൂടി ശിക്ഷിക്കാനുള്ള കഴിവ്. അത് ശക്തമായവനാണ് അള്ളാഹു താല എന്ന് നബിതങ്ങളും അതല്ല എന്ന് പറഞ്ഞുകൊണ്ട് കാഫിരിങ്ങളെ നബിതങ്ങളോട് തർക്കിക്കുകയും ചെയ്യുന്നു. ലഹു